കറണ്ട് ചാർജ് റോക്കറ്റ് പോലെ കയറുന്നു, ഒരെണ്ണത്തിന് ഉത്തരവാദിത്തം ഇല്ല. അതിവിടെ പറഞ്ഞതാ. ചെറുക്കന്റെ കല്യാണം ഉറപ്പിച്ചെന്നേ. പെണ്ണങ്ങ് ദുബായില് നേഴ്സാ. 5 ലക്ഷം രൂപ തരാന്ന് അവര് പറഞ്ഞിരിക്കുന്നേ. അത് കിട്ടിയിട്ട് വേണം ഈ വീടൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട്. അതെ 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 അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ വിളിച്ചോളാം. ശരി എന്നാ. അയ്യോ ദേ അച്ഛൻ. എന്ത് പ്രശ്നമുണ്ടല്ലോ, നീ ധൈര്യമായിട്ടിരുന്നു. അച്ഛൻ ചോട്ട് പുറത്താക്കോ? അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. കേറി വാ. അയ്യോ നിക്കി നിക്കി നിക്കി, എങ്ങോട്ടായി ഇടിച്ച് കേറുന്നത്? ആരൊക്കെ? ഇതേതേ പെങ്കൊച്ച്? ഇതെന്റെ ഭാര്യ ഗോമതി. നിന്റെ ഭാര്യ ഗോമതിയോ? സ്വന്തം തന്തയായ ഞാൻ അറിയാതെ നിനക്കൊരു ഭാര്യയോ? അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരില്ലേ? ഓടി വേണേ അവിടുന്ന്. പിന്നെ മക്കൾക്ക് മാപ്പ് തരാനുള്ള അച്ഛനും അമ്മയും. അച്ഛൻ മാപ്പ് തരില്ലേ? എനിക്ക് ഞാൻ കോപ്പ് തരും. ഈ പെണ്ണിനെ കൊണ്ട് ഈ വീടിന്റെ പടി കയറാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഇതെന്റെ വീടാണെങ്കിൽ ഞാനും എന്റെ ഭാര്യ ഇവിടെ താമസിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒന്നും നടക്കുകയല്ല മോനെ. ഇറങ്ങണ പുറത്ത്. പുറത്തിറക്കി വിട്ടാ ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് എവിടെ പോയി താമസിക്കും? നീ ഇതിനെ എവിടുന്നാ വലിച്ചോണ്ട് വന്നേ അവിടെ കൊണ്ട് ഇറക്കുക, അല്ലാതെ എനിക്കൊന്നും അറിയേല. ഇറങ്ങി പോടാ അവിടുന്ന്. എന്താ ചേട്ടാ ഒരു ഒച്ചപ്പാടും ബഹളവും? എന്റെ പൊന്നി ചേട്ടാ ഒന്നുമില്ല, ഇങ്ങ് വാ പറഞ്ഞുതരാം. ദേ ഈ നിൽക്കുന്നവനെ എന്റെ മോനാ. 5 ലക്ഷം രൂപ ശ്രീധരൻ പറഞ്ഞു ദുബായിലുള്ള പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവന്റെ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുക. അന്നേരമാണ് ഇവൻ രജിസ്റ്റർ ചെയ്തൊരു പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പറഞ്ഞു വെച്ച എല്ലാം പോയില്ലേ? ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ? അവൻ കല്യാണത്തിന്റെ തലേദിവസം ഈ പെണ്ണുമായിട്ട് ഒളിച്ചോടുവായിരുന്നെങ്കിലോ? അതെ, ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് മാന്യമായിട്ട് തന്നെ വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഇതിന്റെ അകത്ത് കേട്ടാ ഞാൻ സമ്മതിക്കല്ല. ഇറങ്ങണ പുറത്ത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. പറഞ്ഞേട്ടാ ചേട്ടൻ ഒന്ന് സമാധാനിക്കും. എങ്ങനെ സമാധാനിക്കാനാണോ? എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ഇനി മക്കള് അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ വിഷം കഴിച്ചു മതി. ദേഷ്യപ്പെടാതെ അനുഗ്രഹിക്കേട്ടാ. രണ്ടുപേരും അകത്തോട്ട് പോ. അങ്ങനെ വലിയൊരു ഭാരം തലേന്ന് പോയി. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇത് എന്റെ വീടാണോ അതോ ചേട്ടന്റെ വീടാണോ? അല്ല, ചേട്ടൻ ഏതാ? ഇതിനു മുമ്പ് ഏരിയയിലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഇപ്പൊ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് കയറിപ്പോയോ? അവളുടെ അപ്പനാ ഞാൻ. ബാക്കി നിനക്ക് ഞാൻ തരാടാ. വേണേ ഉണങ്ങുള്ളി. കാർന്നോമാര് പ്രായമായി കഴിഞ്ഞ തന്തമാര് പറയുന്ന ഒന്നും മക്കൾ കേൾക്കുകയല്ല. എന്ത് ചെയ്യാനാ, എല്ലാം വളർന്നു വലുതായി പോയില്ലേ. അയ്യോ അയ്യോ തന്നെ. ഞാൻ കാണിച്ചു തരാം. എന്നെ പറ്റിയുടെ മോനെ. അച്ഛാ, കൊടംപുളിയും വെളുത്തുള്ളിയും ഒരിക്കലും ഒരുമിച്ച് ഉണക്കാൻ വെക്കല്ലച്ചാ.